ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ മോളെ, എനിക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എന്നാ ദൈവം അതിനൊരു അവസരം ഒരുക്കി തരുന്നേ. അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് നീ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഇനി നീ അത് ചോദിക്കില്ലെന്നറിയാം. പക്ഷേ ഈ അമ്മയ്ക്കൊരു കടമുണ്ടല്ലോ. എല്ലാം അടുത്ത് വരാറായി എന്നൊരു തോന്നൽ ഈ അമ്മയുടെ മനസ്സിലുണ്ട്. അത് നല്ലതായിരിക്കട്ടെ മോളെ. എങ്ങനെ ജീവിക്കേണ്ട കുട്ടി? സ്ഥാനം കൊണ്ട് രാജകുമാരിക്ക് തുല്യമാണ്. പക്ഷേ ജീവിക്കുന്ന അവസ്ഥയോ? നിങ്ങളൊക്കെ കൂടെ എന്തേ കാണിക്കുന്നേ? എന്റെ ജീവൻ വെച്ചാണോ നിങ്ങളൊക്കെ പരീക്ഷിക്കുന്നേ? ഞാൻ പറഞ്ഞിട്ട് എന്താ ആരും വിശ്വസിക്കാത്തെ? എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാതിരിക്കോ? മോളെ, ഹോസ്പിറ്റലിൽ വന്നാ നമ്മള് ഡോക്ടറെ വിശ്വസിക്കാതെ എന്ത് ചെയ്യാനാ? അവർക്കല്ലേ ഇതിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റൂ. എന്റെ മമ്മി ആയിരുന്നു ഈ സ്ഥാനത്തെങ്കില് മമ്മി ഇങ്ങനെ നിക്കില്ലായിരുന്നു. എങ്ങനെ എന്നെ രക്ഷിച്ചെടുക്കണമെന്ന് മമ്മിക്ക് അറിയാം. ഗാഥ, തന്നെ ആരും സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രം പറയരുത്. ബ്ലഡ് റിസൾട്ട് വരുന്നവരെ കാക്കൻ ഡോക്ടർ പറഞ്ഞതല്ലേ? എടോ, താനിങ്ങനെ ബഹളം ഉണ്ടാക്കിട്ട് എന്തിനാ? ഞാൻ ബഹളം വെക്കും നവീൻ. ഇതേ എന്റെ ജീവന്റെ പ്രശ്നം. എന്നെയാണ് പാമ്പ് കടിച്ചത്. ഞാൻ അതിന്റെ വേദന അനുഭവിക്കുന്നത്. ഞാൻ ഡോക്ടർ, നിങ്ങൾ എന്തേ കാണിക്കുന്നേ? ഗാഥ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് ഗാഥയുടെ ബ്ലഡ് റിസൾട്ടാ. ഗാഥയുടെ ശരീരത്തിൽ ഒട്ടും തന്നെ വിഷാംശം കലർന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കൺക്ലൂഷൻ. മനസ്സിൽ നാഗഭയം ഉള്ളതുകൊണ്ട് ഗാഥയ്ക്കുണ്ടായൊരു തോന്നൽ. മിസ്റ്റർ നവീൻ, അല്പം കഴിഞ്ഞ് ഗാഥയെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, ശരി. താങ്ക് യു ഡോക്ടർ. അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എനിക്കൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയില്ലേ? അവിടെ ചെന്ന് കിടന്ന് ഞാൻ ഉറങ്ങുമ്പോ ഉറക്കത്തിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഗാഥ, ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടത്? ഇതാരോ കരുതിക്കൂട്ടി തന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതെ മോളെ, എന്നെ ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കേണ്ട.